ഹായ് ഗൈസ്, മാർക്കറ്റ് മേഴ്സിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നിഫ്റ്റിയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ ടോട്ടൽ ജനറൽ മാർക്കറ്റ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയായിരിക്കും. ഫസ്റ്റ് തിങ് ഫസ്റ്റ്, നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും ഇപ്പോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നില്ല. വേറെ ഒന്നുമല്ല, സ്വിംഗ് ട്രേഡിംഗ് ആണ് എൻ്റെ മേജർ കണ്ടൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടി. പക്ഷേ സ്വിംഗ് ട്രേഡിങ്ങിന് കൺഡ്യൂസീവ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെൻ്റ് അല്ല ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡെയിലി വന്നിട്ട് മാർക്കറ്റ് മോശമാണ് എന്ന് പറഞ്ഞതിൽ കാര്യമില്ലല്ലോ. സോ മാർക്കറ്റ് ഒന്നല്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞ് നിർത്തുക, അല്ലെങ്കിൽ മാർക്കറ്റ് നന്നാകുമ്പോൾ വന്നിട്ട് വീണ്ടും നമുക്ക് മേ ബി സ്റ്റോക്ക് പിക്സോ കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷേ റൈറ്റ് നൗ ലാസ്റ്റ് വീഡിയോ വളരെ ദിവസങ്ങൾക്ക് മുന്നാണ് ഇട്ടത്. കാരണം വേറൊന്നും കൊണ്ടല്ല, അതിനുശേഷം നമുക്കൊരു നല്ലൊരു മാർക്കറ്റ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മാർക്കറ്റ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ വേറെ ഒരു വീഡിയോസും ചെയ്യാത്തത്. പക്ഷേ റൈറ്റ് നൗ ഇപ്പോൾ ഒരു നിഫ്റ്റി നിൽക്കുന്ന ഒരു ഏരിയ വളരെ അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഏരിയയാണ്. കാരണം സെപ്റ്റംബർ എൻഡിൽ, അതായത് സെപ്റ്റംബർ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 25 നമുക്കൊരു ഓൾ ടൈം ഹൈ, അതായത് സെപ്റ്റംബർ 25, 2024 നമുക്കൊരു ഓൾ ടൈം ഹൈ നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ലായിരുന്നു ആ ഹൈ. അതിനുശേഷം 2 ദിവസം മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ആ ഓൾ ടൈം ഹൈ ചെറിയ ടെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ഫോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് നിഫ്റ്റി. അപ്പോൾ ഒരു ജനറൽ ഓഡിയൻസിന് ഒരു ഡൗട്ട് വേണം. സോ നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടും കൂടി നമുക്ക് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ താങ്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ചോദ്യം നിങ്ങൾക്ക്, അല്ലെങ്കിൽ വേറെ വീഡിയോസൊന്നും വരുന്നില്ല, ഒരുപാട് സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ പലർക്കും ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിൽ, അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ മെജോറിറ്റി ഓഫ് പ്രൊഫഷണൽ സ്വിംഗ് ട്രേഡേഴ്സിൻ്റെ സ്റ്റൈൽ ഓഫ് ട്രേഡിങ്ങിന് പറ്റിയൊരു എൻവിറോൺമെൻ്റ് അല്ല ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഓൾ ടൈം ഹൈ അടിച്ചു എന്നുള്ളൊരു സിനാരിയോ വളരെയധികം ഡിസ്റ്റർബിംഗ് ആയി തോന്നും പല സ്വിംഗ് ട്രേഡിങ് ചെയ്യുന്ന ആൾക്കാരും. കാരണം അത് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ എത്തിയിട്ടും വേറെ ട്രാക്ഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ വേറെ ഇപ്പോഴും നിങ്ങൾ അഗ്രസീവായി ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയമായിരിക്കും. കാരണം നിങ്ങൾ നിഫ്റ്റി ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്നത് കാണുന്നു, പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വിംഗ് ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് ട്രാക്ഷൻ കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. അൺലെസ് ആൻറ്റിൽ നിങ്ങളൊരു നിഫ്റ്റി 50 സ്റ്റോക്സാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ട്രാക്ഷൻ കണ്ടിരിക്കാം. പക്ഷേ ഒരു സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരിക്കലും ഒരു നിഫ്റ്റി 50 സ്റ്റോക്സ് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടേണ്ട രീതിയിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും കിട്ടാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്. കാരണം നിഫ്റ്റി 50 സ്റ്റോക്സ് എല്ലാം വളരെ സ്ലോ മൂവിങ് സ്റ്റോക്സ് ആയിരിക്കും, ലാർജ് ക്യാപ് സ്റ്റോക്സ് ആയിരിക്കും. പക്ഷേ ആസ് എ സ്വിംഗ് ട്രേഡർ നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഫാസ്റ്റ് മൂവ്സ് വിത്തിൻ സ്മോൾ നമ്പർ ഓഫ് ഡേയ്സ് അല്ലേ. അങ്ങനെ ഒരു സംഭവം ഈ ഒരു മാർക്കറ്റ് എൻവയോൺമെൻറ്റിൽ കിട്ടില്ല, എസ്പെഷ്യലി നിഫ്റ്റി 50 സ്റ്റോക്സിൽ കിട്ടില്ല. അതുമല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ സെറ്റപ്സും കാര്യങ്ങളൊന്നും ഞാൻ നിഫ്റ്റി 50 സ്റ്റോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരുപാട് ദിവസങ്ങളായി ഒരു സ്വിംഗ് ട്രേഡ് എടുത്തിട്ട് തന്നെ, കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നിഫ്റ്റി 50 ഒരു ഹൈ, അതായത് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടും സ്വിംഗ് ട്രേഡ്സ് നമുക്ക് വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ചെയ്യാനുള്ളൊരു എൻവിറോൺമെൻറ്റ് ഇപ്പോഴും മാർക്കറ്റിലില്ല എന്തുകൊണ്ട് ഞാൻ പറയുന്നുള്ള കാര്യം ഞാൻ അതിൻ്റെ വിത്ത് ഡേറ്റ ഞാൻ പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓക്കെ, സോ വിത്തൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ഡൈവ് ഇൻ. സോ നിഫ്റ്റി 50യുടെ കേസ് നമ്മൾ ഓൾറെഡി സംസാരിച്ചു. സോ നിഫ്റ്റി 50 നമ്മൾ പറഞ്ഞു ഓൾ ടൈം ഹൈ ആണ്. ഇപ്പോൾ നമുക്ക് വേറെ ഇൻഡെക്സ് എടുത്ത് നോക്കാം. സോ ആസ് എ സ്വിംഗ് ട്രേഡർ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട ഒരു ഇൻഡെക്സ് എന്തായിരിക്കും? സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ആണ്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ്. സോ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നിഫ്റ്റി 50 ഓൾ ടൈം ഹൈ അടിച്ചു, പക്ഷേ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൻ്റെ ഓൾ ടൈം ഹൈ എവിടെയാണ് എടുക്കുന്നത്? എവിടെയാണ്? സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾ ടൈം ഹൈന് എത്ര ദൂരെയാണ്? 12% ദൂരെയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സെലക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്സ്, അതും ലാർജ് ക്യാപ് സ്റ്റോക്സ് മാത്രമേ മാർക്കറ്റിൽ മൂവ് ചെയ്യുന്നുള്ളൂ. ആസ് എ സ്വിംഗ് ട്രേഡർ ഈ ഒരു സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഇങ്ങനെയൊരു മൂവ്, ഇവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് കിട്ടിയൊരു മൂവില്ലേ, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് അപ്പ് മൂവ്, അല്ലെങ്കിൽ എബവ് ഓൾഡ് മൂവിങ് ആവറേജ് മൂവ് ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ലൊരു സസ്റ്റൈനബിൾ റാലി മാർക്കറ്റിൽ കിട്ടുള്ളൂ. അതുപോലെ തന്നെ എങ്കിൽ മാത്രമേ നമുക്കൊരു സസ്റ്റൈനബിൾ ബുൾ റൺ കിട്ടുള്ളൂ, നമുക്ക് നമ്മുടെ അക്കൗണ്ട്സ് ഫാസ്റ്റായി ട്രേഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആസ് ലോങ് ആസ് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഈസ് ബിലോ ഓൾ ദീസ് മൂവിങ് ആവറേജസ് നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റില്ല. അഥവാ ട്രേഡ് എടുത്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി വളരെ ഹൈ ആണ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 1, 2, 3 ടച്ച് ട്രെൻഡ് ലൈൻ, മുകളിൽ റെസിസ്റ്റൻസ് ലെവൽ, ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ വന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് വീണ്ടും താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് വളരെ 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 അധികം
വീക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിംഗ് ട്രേഡ്സും കാര്യങ്ങളും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സെക്ടേഴ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇതാണ് ഞാൻ സ്വിംഗ് ട്രേഡ്സ് ചെയ്യാത്തതിൻ്റെ കാരണം. അതുപോലെ തന്നെ മാർക്കറ്റ്സ് സ്വിംഗ് ട്രേഡിങ്ങിന് ഒട്ടും അനുയോജ്യമല്ല, ഫേവറബിൾ അല്ല എന്ന് പറയാനുള്ള കാരണം. സോ നമുക്ക് ബ്രെഡ്ത്ത് അനാലിസിസ് നോക്കി നോക്കാം. ഞാൻ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചാർട്ട് ഇതെന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് അബവ് 50 പീരിയഡ് മൂവിങ് ആവറേജ്, അതായത് നമ്മുടെ NSE എന്ന ഇൻഡെക്സിലുള്ള എല്ലാ സ്റ്റോക്സിൻ്റെയും ഒരു ആവറേജ് ആണ് എടുത്തിരിക്കുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ എത്രമാത്രം ലൈക്ക് 100% എത്രമാത്രം, ഇപ്പോൾ ലെറ്റ്സ് നമുക്ക് 1000 സ്റ്റോക്സ് ഉണ്ട്, ആ 1000 സ്റ്റോക്ക് ഇൻ NSE, അപ്പോൾ 1000 സ്റ്റോക്കിനെ നമ്മൾ 100% ആയിക്കഴിഞ്ഞാൽ ആ 1000 സ്റ്റോക്കിൽ അല്ലെങ്കിൽ ആ 100% സ്റ്റോക്കിൽ എത്ര ശതമാനം സ്റ്റോക്ക് അതിൻ്റെ 50 പീരിയഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിലാണ് എന്നുള്ളൊരു സ്റ്റഡിയാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലോട്ടിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് സ്റ്റോക്സ് അബവ് 50 പീരിയഡ് മൂവിങ് ആവറേജ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു 20-25% ഏരിയയാണ്. അപ്പോൾ സ്റ്റോക്സ് അബവ് 50 പീരിയഡ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ വെറും 25% സ്റ്റോക്സ് മാത്രമേ അതിൻ്റെ 50 പീരിയഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി 75% സ്റ്റോക്സ് അതിൻ്റെ 50 പീരിയഡ് മൂവിങ് ആവറേജ് താഴെയാണ്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബുൾ റണ്ണിലുള്ള സ്റ്റോക്സ് ഒക്കെ കുറവാണ്, പക്ഷേ ബെയറിഷ് ട്രെൻഡിലുള്ള സ്റ്റോക്സ് ആണ് കൂടുതൽ, അല്ലേ? 50 പീരിയഡ് മൂവിങ് ആവറേജ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ മൂവിങ് ആവറേജ് ആണ്. ഈ ഒരു മൂവിങ് ആവറേജ്, അതായത് സ്റ്റോക്സ് ഓവർ 50 പീരിയഡ് മൂവിങ് ആവറേജ് അറ്റ്ലീസ്റ്റ് 15ൻ്റെ മുകളിൽ കയറി സസ്റ്റെയിൻ ചെയ്യുന്ന സമയങ്ങളിലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബുൾ റൺസും കാര്യങ്ങളും മാർക്കറ്റിൽ കിട്ടുക. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ, അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഒരു ഹൈ മുതൽ നമ്മൾ ജൂൺ, നമുക്ക് സെപ്റ്റംബറിൽ ഒരു ഹൈ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം നമുക്ക് ഏപ്രിൽ മെയ് ഒരു ചെറിയൊരു റാലി വന്നു. ആ റാലിക്ക് ശേഷം ഫുൾ ഡെഡാണ് മാർക്കറ്റ്, അല്ലേ? ഞാനൊരു ഡ്രോയിങ് ടൂൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. വളരെയധികം മോശമായൊരു ട്രെൻഡ് ലൈൻ ആയിരുന്നു അത്. സോ ലെറ്റ്സ് ഡു ദിസ്. ഇത് അത്ര നല്ലതൊന്നുമല്ല, സ്റ്റിൽ ഇങ്ങനെ ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാം. ഈ ഒരു ട്രെൻഡ് ലൈനിന് താഴെ ഈ ഒരു വാല്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം മാർക്കറ്റ് ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയൊരു കണ്ടീഷൻ അല്ല, റൈറ്റ്? അതുപോലെ തന്നെ നിങ്ങൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ കണ്ടത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻസ് വീണ്ടും നിഫ്റ്റി സ്റ്റോക്സ് അബവ് 50 പീരിയഡ് മൂവിങ് ആവറേജ് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സ്റ്റോക്സ് അബവ് 50 പീരിയഡ് മൂവിങ് ആവറേജ് ഡിപ്പിംഗ് ആണ് അത്, പക്ഷേ ഈ ചാർട്ട് നിഫ്റ്റി ചാർട്ട് മുകളിലേക്കാണ്. അപ്പോൾ ദർ ഇസ് എ ബിഗ് ഡൈവേർജൻസ് ബിറ്റ്വീൻ നിഫ്റ്റി ആൻഡ് സ്റ്റോക്സ് അബവ് 50 പീരിയഡ് മൂവിങ് ആവറേജ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ബ്രോഡർ മാർക്കറ്റ് വളരെയധികം ബെയറിഷ് ആണ്. അപ്പോൾ ഇത് എത്ര കാലം ഈ ഒരു ബെയറിഷ്നെസ് ഉണ്ടാവും എന്നൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ബൈ സെക്കൻഡ് ഹാഫ് ഓഫ് 2026 നമുക്ക് വീണ്ടും ഒരു സ്വിംഗ് ട്രേഡിങ്ങിന് ഫേവറബിൾ ആയ ഒരു മാർക്കറ്റ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ റൈറ്റ് നൗ വളരെയധികം ബീറ്റൻ ഡൗൺ ആയിട്ടായിരിക്കും മിക്ക സ്റ്റോക്സും കിടക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സിലൊന്നും ഭയങ്കരമായ ഒരു എക്സ്ട്രീംലി ഫാസ്റ്റ് മൂവ്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ 2020, 2021, 2023 സെക്കൻഡ് ഹാഫ് ടിൽ ഫസ്റ്റ് ഹാഫ് ഓഫ് 2024 ഈ സമയങ്ങളിൽ നല്ലൊരു മൂവ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിലും നിങ്ങൾക്ക് കാണാൻ പറ്റിയേ, റൈറ്റ്? ഒബ്വിയസ്ലി നമുക്ക് 2022 ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ ഈ സമയങ്ങളിലെല്ലാം വളരെ നല്ല മൂവ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ മാർക്കറ്റ് ഇപ്പോൾ 2022 ബെയർ മാർക്കറ്റിനേക്കാളും മോശമായ രീതിയിലുള്ള ബെയർ മാർക്കറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നാൾ പെർസിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ ഒരു നല്ലൊരു ഫോൾ ഇൻ സ്മോൾ ക്യാപ്പ് ആൻഡ് മിഡ് ക്യാപ്പ് അലോങ് വിത്ത് നിഫ്റ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോളിന് ശേഷം ഡെഫിനറ്റ്ലി ഒരു ഫോൾ ഉണ്ടെങ്കിൽ, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ പോലെ തന്നെ ഒരു ഫോൾ ഉണ്ടെങ്കിൽ അതിന് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മൂവ് വരും, അല്ലേ? അപ്പോൾ ആ ഒരു ഫോളിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ആ ഒരു ഫോളിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ നല്ല സെറ്റപ്സും കാര്യങ്ങളൊക്കെ വരുമെന്ന് നോക്കാം. കാരണം സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു സീസണൽ ബിസിനസ്സാണ്. സോ ചിലപ്പോൾ 1.5 കൊല്ലം 2 കൊല്ലമൊക്കെ നമുക്ക് നല്ലൊരു ട്രേഡിംഗ് എൻവിറോൺമെൻറ്റ് ഉണ്ടാവില്ല. പിന്നെ അടുത്ത 4 കൊല്ലം നല്ല ട്രേഡിംഗ് എൻവിറോൺമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ നല്ല ട്രേഡിംഗ് ഈ ഒരു സൈക്കിള് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് നമുക്ക് പോയിട്ട് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈ ഇപ്പോൾ 4 കൊല്ലം നല്ലൊരു സ്വിംഗ് ട്രേഡിംഗ് പീരീഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ആ 4 കൊല്ലത്തിനുള്ളിലും ഒരു 2 മാസം നല്ലൊരു മൂവ് കിട്ടും. പിന്നെ 1.5 കൊല്ലം ഒരു 1.5 മാസം വളരെ മോശം ടൈമായിരിക്കും സ്വിംഗ് ട്രേഡ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഇത് എന്താ പറയുക, ഫ്രാക്ടൽസ് മാർക്കറ്റിൻ്റെ ഫ്രാക്ടൽസ് എന്താ നിങ്ങൾക്ക് അടിച്ചു നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഐഡിയ കിട്ടും. കാരണം
എല്ലാ ടൈം ഫ്രെയിമിലും ഈ ഒരു കൈൻഡ് ഓഫ് സൈക്കിൾ ബാധകമാണ്. കാരണം നിഫ്റ്റിയിൽ നിങ്ങൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ പോയാൽ അതിലും ഒരു ചെറിയൊരു അപ്പ് ആൻഡ് ഡൗൺസ് കാണാം. അതുപോലെ തന്നെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലും അപ്പ് ആൻഡ് ഡൗൺസ് കാണാം. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ലോങ്ങർ ടൈം മൈക്രോ സൈക്കിളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 4 കൊല്ലം നമുക്കൊരു ബുള്ളിഷ് മൂവ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ 2-2.5 കൊല്ലം ചില ബാരിഷ് മൂവ് ഉണ്ടാവും. ഈ 4 കൊല്ലത്തെ ബുള്ളിഷ് മൂവിന് അകത്ത് വീണ്ടും എടുത്ത് നോക്കുകയാണെങ്കിൽ ചെറിയ ബാരിഷ് മൂവ്സ് നമുക്ക് വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ അഡ്വാൻസ് ടോപ്പിക്സ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ വരുന്ന വീഡിയോസിൽ ഇതൊക്കെ ഈ ഒരു ടോപ്പിക്കും കൂടെ ഞാൻ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനത്തെ ഒരു ഡൈവേർജൻസസ് മാർക്കറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ലൊരു കറക്ഷൻ തന്നിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ നല്ലൊരു കറക്ഷൻ തരാതെ മാർക്കറ്റ് ഇതുവരെ പോയിട്ടില്ല, റൈറ്റ്? സോ ആ കറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ആ കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ കറക്ഷൻ ശേഷമുള്ള സമയങ്ങൾ വളരെ നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് വളരെ നല്ല റിട്ടേൺസ് കിട്ടുന്ന സമയങ്ങൾ ആയിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അത്രേ ഉള്ളൂ. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ബി കോഷ്യസ്. ഈ മാർക്കറ്റ് ഒട്ടും കൺഡ്യൂസ് അല്ല സ്വിംഗ് ട്രേഡ് ചെയ്യുന്നതിന് വേണ്ടി. അഥവാ നിങ്ങൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം ചെറിയ ക്യാപിറ്റൽ വെച്ച് ചെയ്യാൻ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ 1 ലക്ഷം രൂപയാണെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ 10% പൊസിഷനാണ് ഒരു സ്റ്റോക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളത് കുറച്ച് മേ ബി ബിലോ 5% അല്ലെങ്കിൽ 3-4%ലേക്ക് നിങ്ങളുടെ പൊസിഷൻ സൈസിങ് കുറയ്ക്കുക. കാരണം ഈ സമയങ്ങളിൽ കൂടുതൽ ഡ്രോ ഡൗൺസ് വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഡ്രോ ഡൗൺസ് വരാൻ ഹൈ പ്രോബബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറിയ പൊസിഷൻ സൈസിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ലോസേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കാം. പിന്നെ നല്ലൊരു സ്വിംഗ് ട്രേഡിങ് സമയം വരുമ്പോൾ ഡെഫിനറ്റ്ലി നല്ലൊരു സ്വിംഗ് ട്രേഡിങ് സമയം വരുമ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡെഫിനറ്റ്ലി ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായ കോൺഷ്യസ് ഡിസിഷൻസ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ മേ ബി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണക്റ്റ് ആവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായി നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പറയുന്ന വേറൊരു രീതിയിലുള്ള പിക്ചർ ആയിരിക്കും മാർക്കറ്റിനെ കുറിച്ച് തരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി മാർക്കറ്റിൽ പല രീതിയിൽ പല പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ ഒപ്പീനിയൻസ് അബൌട്ട് മാർക്കറ്റ് ഉണ്ടാവും. സോ ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ യു ഹാവ് ടു ബെൻഡ് വിത്ത് ദ മാർക്കറ്റ്, നോട്ട് ടു പ്രിഡിക്റ്റ് ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റ് മോശമായി തുടങ്ങുമ്പോൾ നമ്മൾ മാർക്കറ്റിനൊപ്പം നമ്മൾ ബെൻഡ് ചെയ്യണം. അല്ലാതെ മാർക്കറ്റിനെതിരെ നമ്മൾ ട്രേഡ് മാർക്കറ്റ് മോശമാകുമ്പോൾ മാർക്കറ്റിനെതിരെ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ കൂടുതൽ സ്വിംഗ് ട്രേഡ്സ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ലോസസ് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. സോ ബേസിക്കലി ഇപ്പോൾ മാർക്കറ്റ് നമ്മളോട് പറയുന്നത് എന്താണ്, ഈ ചാർട്ട്സ് ഒക്കെ കണ്ടിട്ട് നമുക്ക് എന്താ അറ്റ്ലീസ്റ്റ് ഈ ചാർട്ട്സ് കണ്ടിട്ട് എന്നോട് മാർക്കറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് ബി ഡിഫെൻസീവ്. അതായത് നിങ്ങൾ ഒരുപാട് അഗ്രസീവായി ട്രേഡ് ചെയ്യാതെ വളരെ നിമ്പിളായിട്ട് തന്നെ നിൽക്കണം. കാരണം ഇങ്ങനത്തെ ഒരു ഡൈവേർജൻസ് ഉണ്ട്. ഇങ്ങനെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ നിങ്ങൾ ഇങ്ങനത്തെ ഡൈവേർജൻസ് ഒക്കെ സ്റ്റഡി ചെയ്താൽ മനസ്സിലാകും. ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ ഫോർ ദ മാർക്കറ്റ്. സോ വീണ്ടും പറയുന്നു, ഇറ്റ്സ് നോട്ട് എ ഗുഡ് ടൈം ടു സ്വിംഗ് ട്രേഡ്, ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് യുവർ മണി, ഇറ്റ്സ് യുവർ ചോയ്സ്. യു ക്യാൻ ട്രേഡ് ഓർ നോട്ട്, ഇറ്റ്സ് ഓൾ അപ്പ് ടു യു. ബട്ട് അറ്റ് എൻ്റെ ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു തോട്ട്സ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. സോ that's all. Have a nice day. Thank you for watching.